പ്രിയമുള്ളവരെ, ബജറ്റ് കഴിഞ്ഞപ്പോൾ തന്നെ ഇതിന്റെ വിവാദങ്ങൾ ആരംഭിച്ചതാണ്. കേരളത്തിലെ മൊത്ത കടൽ തീരങ്ങളും അദാനി ഗ്രൂപ്പിന് എഴുതി കൊടുത്തെന്ന് പറഞ്ഞിട്ട് ഭയങ്കര വിവാദമുണ്ടായതാണ്. അതായത് ഇപ്പോഴുള്ള മുഖ്യമന്ത്രി പ്രതിപക്ഷത്തിരുന്നപ്പോൾ എന്താണ് പറഞ്ഞത്, ആക്ഷേപമായിട്ട് ഉന്നയിച്ച് പറഞ്ഞത്, അതാണ് ഇപ്പം നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. പുള്ളിയുടെ പരിപാടി അതാണ്. അതായത് കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട മുതിർന്ന നേതാക്കന്മാരെല്ലാം ഈ ഒരു സംഭവത്തിനെതിരെ കർശനമായിട്ട് വിമർശിച്ചിട്ടുണ്ട്. പുള്ളിയുടെ കൂടെ, ഇപ്പോഴുള്ള മുഖ്യമന്ത്രിയുടെ കൂടെ ഈ പ്രശ്നത്തിന്റെ പേരിൽ സമരങ്ങളിൽ ഏർപ്പെട്ട് MLA-മാര് ഇതിനെതിരെ വന്നിട്ടുണ്ട്. എക്സാമ്പിൾ പ്രതാപനൊക്കെ പറഞ്ഞിട്ടുണ്ട്, ഞങ്ങൾ ഒരുമിച്ചാണ് ഈ അഴിമതിക്കെതിരെ ആദ്യം പ്രതികരിച്ചത്, അങ്ങ് തന്നെ ഈ പരിപാടിക്ക് ഇറങ്ങി പുറപ്പെടല്ലെന്നും പറഞ്ഞുകൊണ്ട് ഒരു പ്രസ്താവനയൊക്കെ നടത്തിയിട്ടുണ്ട് പുള്ളി. അത് വേണുഗോപാൽ പറഞ്ഞിട്ടുണ്ട്, സുധാകരൻ പറഞ്ഞിട്ടുണ്ട്. എന്തായാലും കേരളത്തിന്റെ പകുതി ഭാഗം അദാനി ഗ്രൂപ്പിന് എഴുതി കൊടുക്കുന്ന ഈ പരിപാടി നിർത്തിയില്ലെന്നുണ്ടെങ്കിൽ വൻ പ്രതിഷേധം ഉണ്ടാവും, ഉറപ്പാണ്. കേരളത്തിനെ വിറ്റ് തുലയ്ക്കാമെന്നുള്ള ഒരു സാങ്കല്പികമായിട്ടാണ് ഇപ്പോൾ മുഖ്യമന്ത്രി പോകുന്നതെങ്കിൽ ഭയങ്കര സമരമായിരിക്കും കാണാൻ പോകുന്നത്. അതിന് യാതൊരു മാറ്റവുമില്ല. വൻകിട കമ്പനികൾക്ക് തീരദേശം കംപ്ലീറ്റ് എഴുതി കൊടുത്തു കഴിഞ്ഞാൽ ഉള്ള അവസ്ഥ, കേരളത്തിന്റെ അവസ്ഥ എന്തായിരിക്കും? ഇതിന് മുമ്പൊക്കെ ആലപ്പുഴയിലൊക്കെ നമ്മൾ കണ്ടതാണ്. കനിമലൽക്കരണം നടത്തി എത്രയോ കുടുംബങ്ങളെ അനാഥമാക്കിയിട്ടുണ്ട്. എത്രയോ നാളത്തെ സമരങ്ങൾ അവിടെ നടന്നിട്ടുണ്ട്. അതേപോലെയുള്ള പ്രശ്നങ്ങൾ നടക്കാനുള്ള ചാൻസ് കൂടുതലാണ് ഇപ്പം ഈ ഇതൊക്കെ നടപ്പിലാക്കി കഴിഞ്ഞ്. നമ്മുടെ തീരദേശമൊന്നും പിന്നെ കാണത്തില്ല. എന്ത് അടിസ്ഥാനത്തിലാണ് പുള്ളി ഈ ഒരു ബജറ്റിൽ ഇങ്ങനെ ഒരു പ്രഖ്യാപനം നടത്തിയെന്ന് അറിയത്തില്ല. കഴിഞ്ഞ പുള്ളി എങ്ങനെ കേരളം ഡെവലപ്പാക്കണമെന്ന് പറഞ്ഞ് നടക്കുന്ന പുള്ളിയുടെ മനസ്സിൽ പൈസ എങ്ങനെ ഉണ്ടാക്കണം എന്ന ചിന്തയാണോ ഈ ഇതിലത്തേക്ക് എത്തിച്ചതെന്ന് അറിയത്തില്ല കേട്ടോ. ഇപ്പൊ എന്താ ഒരു വിവാദം ഉണ്ടായിട്ടുണ്ട്, ബെക്കാഡിയ വിവാദം. കേരളത്തിൽ ഇപ്പം അറിയപ്പെടുന്ന അടുത്ത ഒരു പേരായിട്ട് അറിയപ്പെടുന്ന ബെക്കാഡിയ മുഖ്യമന്ത്രി എന്നാണ് അറിയപ്പെടുന്നത്. അപ്പം അടുത്ത വിവാദത്തിലേക്ക് വന്ന് ചാടിയിരിക്കുകയാണ്. ഈ ഒരു മാസം കൊണ്ട് ചാടാൻ പറ്റുന്ന കംപ്ലീറ്റ് വിവാദങ്ങളിൽ ചെന്ന് ചാടി ഒരു മാസം കൊണ്ട് ഒരു പരുവായിരിക്കുകയാണ് ഇപ്പം തന്നെ. ഇനി 5 വർഷം ഇത് എങ്ങനെ കേരളം സഹിക്കുമെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. എന്തായിരുന്നാലും നല്ലത് വരട്ടെ. പ്രഖ്യാപിച്ചു കഴിഞ്ഞ അതൊക്കെ നിർത്തലാക്കി നല്ലൊരു ഭരണം കാഴ്ചവെക്കാനായിട്ട് അദ്ദേഹത്തിന് കഴിയട്ടെന്ന് ആശംസിക്കുന്നു. അല്ലെന്നുണ്ടെങ്കിൽ ഇടതുപക്ഷത്തിന്റെ സമരവീര്യങ്ങൾ നിങ്ങൾ കാണാൻ ഇരിക്കുന്നതേ ഉള്ളൂ. മനസ്സിലാക്കുക. ഓക്കെ, എല്ലാവർക്കും നല്ലത് വരട്ടെ. നമസ്കാരം.